ഇന്ത്യയെ തകർക്കാനുള്ള പാകിസ്ഥാന്റെ കുടില തന്ത്രങ്ങളിലൊന്നാണ് കള്ളനോട്ടുകൾ. നമ്മൾ കരുതിയിരിക്കുന്നത് പോലെ നിസ്സാരമല്ല കാര്യങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാനായിട്ട് ബാഹ്യശക്തികൾ ഉപയോഗിക്കുന്ന എക്കണോമിക് ടെറർ അഥവാ സാമ്പത്തിക ഭീകരതയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് വ്യാജ കറൻസി നോട്ടുകൾ. എന്നാൽ ഏതാനും നോട്ടുകൾക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തെയൊക്കെ തകർക്കാൻ കഴിയുക? ഏത് വഴിയാണ് ഇന്ത്യയിലേക്ക് വ്യാജ നോട്ടുകൾ പമ്പ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് കള്ളനോട്ടുകൾ പ്രചരിക്കുന്നത്? കള്ളനോട്ടുകൾ പ്രചരിക്കുന്നത് തടയാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്? ഓരോ ഇന്ത്യക്കാരനും കേട്ടിരിക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമായ ആ അറിവുകൾ നമുക്കിന്ന് മനസ്സിലാക്കാം. യഥാർത്ഥ കറൻസിയില്ലേ, അതിൻ്റെ രൂപത്തിലിറങ്ങുന്ന ഒറിജിനൽ കറൻസിയുടെ ആധികാരികതയും മൂല്യവുമില്ലാത്ത വ്യാജ കറൻസികളാണ് കള്ളനോട്ടുകൾ. കള്ളപ്പണവും കള്ളനോട്ടും ഒന്നല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ കള്ളപ്പണം എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ റീഡ് ചെയ്യും, ബാങ്ക് സ്വീകരിക്കുകയും എല്ലാം ചെയ്യും. കാരണം അത് ഒറിജിനൽ നോട്ടുകൾ തന്നെയാണ്. എന്നാൽ അതിന് നമ്മൾ നികുതി അടച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ്സ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കള്ളപ്പണം. എന്നാൽ കള്ളനോട്ടുകൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്കിന് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അത് RBIയുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചല്ല പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓരോ വർഷവും നമ്മൾ നോക്കിയാൽ 70 കോടി രൂപയുടെ ഫേസ് വാല്യൂ വരുന്ന വ്യാജ കറൻസി നോട്ടുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇതിൽ 1/3 മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. എത്ര അപകടകരമാണ് ആ സാഹചര്യം ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനമനുസരിച്ച് 10 ലക്ഷം കറൻസി നോട്ടുകളിൽ 250 എണ്ണം വ്യാജാണ്. 400 കോടി രൂപ ഫേസ് വാല്യൂ ഉള്ള വ്യാജ നോട്ടുകളെങ്കിലും ഇപ്പോൾ നോക്കിയാലും നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ജനങ്ങളെ 3 പ്രധാന രീതിയിലാണ് ബാധിക്കുന്നത്. ഒന്ന്, കള്ളനോട്ടുകൾ വർദ്ധിക്കുന്നത് കറൻസിയുടെ മേലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാൻ ഒരു കാരണമായിട്ട് മാറും. 2, വലിയ തോതിലുള്ള വ്യാജ കറൻസിയുടെ പ്രചാരണം പണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും പണത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നതാണ്. ഇങ്ങനെ ഡിമാൻഡ് കൂടി വന്നാൽ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നതാണ്. ജനങ്ങൾക്ക് സാധനങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നതാണ്. വിലക്കയറ്റം എന്നത് അതിൻ്റെ പാരമ്യത്തിലെത്താൻ പോലും കാരണമാവുന്നതാണ്. 3, ബാങ്കുകളുടെ കാര്യം നമ്മൾ നോക്കിയാൽ നോൺ റീഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ് അവർക്കുള്ളത്. അതായത് കള്ളനോട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് എങ്കിൽ അതിന് പകരമായിട്ട് നല്ല നോട്ടൊന്നും തരില്ല, ആ നോട്ട് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാധനങ്ങളോ സേവനങ്ങളോ കൊടുത്ത് അല്ലെങ്കിൽ ജോലിയെല്ലാം ചെയ്ത് ജനങ്ങൾ അധ്വാനിച്ച പണമാണ് ഇങ്ങനെ വെറുതെ ആയി പോകുന്നത്, ഒന്നുമില്ലാതായി പോകുന്നത്. ഇത് ജനങ്ങളുടെ സമ്പത്തിനെയും ചെറുകിട വ്യവസായങ്ങളെയും വൻകിട വ്യവസായങ്ങളെയും പോലും നശിപ്പിക്കാൻ പോലും ശക്തിയുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു രാജ്യം വിചാരിച്ചാൽ മറ്റൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ പൂർണ്ണമായും തകർക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെ എക്കണോമിക് ടെറർ അഥവാ സാമ്പത്തിക ഭീകരത എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വ്യാജ കറൻസി നോട്ടുകളെ നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫേക്ക് ഇന്ത്യൻ കറൻസി നോട്ട്സ് അഥവാ FICNൻ്റെ സർക്കുലേഷൻ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയാവുകയും അങ്ങനെ ചെയ്യുന്നതിലൂടെ ശത്രു രാജ്യത്തിന് ലഭിക്കുന്ന ലാഭം അവർ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യാനും ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന ആ വിവരങ്ങളാണ് വിശദമായിട്ട് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുന്നേ തന്നെ നമ്മളെല്ലാവരും പണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ പണവും ഷെയർ മാർക്കറ്റിലും വസ്തുവിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? പണത്തിന് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ഭീകരമായ നഷ്ടമാണ് അതുണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് പണം എമർജൻസിക്ക് വേണ്ടി പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ നമ്മൾ മാറ്റിവെക്കണം. അതിന് ഏറ്റവും നല്ല സൗകര്യമുള്ളത് ബാങ്ക് FDകൾ തന്നെയാണ്. പക്ഷേ അവിടെയും നമ്മൾ എല്ലാ പണവും ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഇടരുത്. ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ പരമാവധി DICGC ഇൻഷുറൻസ് ഉള്ളത് 5 ലക്ഷം വരെ മാത്രമാണ്. അപ്പോൾ DICGC ഇൻഷുറൻസ് ഉള്ള കൂടുതൽ പലിശ കിട്ടുന്ന വിവിധ ബാങ്കുകളിൽ പരമാവധി 4 ലക്ഷം വീതമോ അതിൽ കുറവോ ഇടുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം. സഹകരണ സംഘത്തിലൊന്നും ഈ ഗ്യാരണ്ടി ഇല്ല എന്ന കാര്യം മറന്നു വരുത്. പക്ഷേ കുറേ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ 200-ലധികം ബാങ്കുകളെ താരതമ്യം ചെയ്ത് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാതെ നിക്ഷേപിക്കാനുള്ള സൗകര്യം സ്റ്റേബിൾ മണിയൊക്കെ നൽകുന്നുണ്ട്. ഇത് FDക്ക് വേണ്ടിയുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇവിടെ യൂണിറ്റി ബാങ്കിൻ്റെ ഒക്കെ കാര്യം നോക്കിയാൽ 9.5% വരെ പലിശ കാണാം. ഈ പലിശ നിരക്ക് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമാണ് നമുക്ക് ഉണ്ടാവുക. ചില ബാങ്കുകളുടെ കാര്യം നോക്കിയാൽ ഇൻസ്റ്റൻറ്റ് വിഡ്രോവലും ഇവിടെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കുക. താരതമ്യം ചെയ്ത് നല്ല ബാങ്ക് നോക്കി മാത്രം FD ഇടുക. സ്റ്റേബിൾ മണിയുടെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കെന്തായാലും വീഡിയോയിലേക്ക് തിരിച്ചു വന്നാൽ ഏത് ബാഹ്യശക്തികളാണ് ഫേക്ക് കറൻസി ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്യുന്നത്? ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സായിട്ട് കള്ളപ്പണവും വ്യാജ കറൻസികളും വളരെ കാലമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. കുറഞ്ഞത് 3 ഭീകരവാദ കേസുകളുടെ അന്വേഷണത്തിലെങ്കിലും കള്ളനോട്ടുകളുടെ ബന്ധം തെളിവായിട്ട് ലഭിച്ചിട്ടുണ്ട്. 2007 ഓഗസ്റ്റിലെ ഹൈദരാബാദ് സ്ഫോടനം,
2005 ഡിസംബറിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേരെ ഉണ്ടായ ആക്രമണം, മുംബൈയിലെ താജ് ഹോട്ടലിലെ 26/11 ആക്രമണം എന്നിവ ഉദാഹരണങ്ങളാണ്. ആദ്യ സംഭവത്തിൽ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ദുബായ് പൗരൻ ഉൾപ്പെടെ 4 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2.36 കോടി രൂപയുടെ വ്യാജ കറൻസിയാണ് അന്ന് പോലീസ് കണ്ടെത്തിയത്. 500,000 രൂപ മൂല്യമുള്ള കള്ളനോട്ടുകൾ പാകിസ്ഥാനിൽ നിന്ന് ദുബായ് വഴിയാണ് കൊണ്ടുവന്നത് എന്ന് പോലീസ് കമ്മീഷണർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2005 ഡിസംബറിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേരെ നടന്ന ആക്രമണത്തിൽ ചെലവഴിച്ച 50 ലക്ഷം രൂപയിൽ 30 ലക്ഷം രൂപയും വ്യാജ കറൻസി റാക്കറ്റ് വഴി നേടിയതാണ് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തിയിരുന്നു. മുംബൈയിൽ 26/11 നടന്ന ആക്രമണത്തിൽ പ്രാഥമിക പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പണത്തിൻ്റെ ഗണ്യമായ ഒരു ഭാഗം വ്യാജ കറൻസി റാക്കറ്റുകൾ വഴിയും ഹവാല വഴിയുമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ഈ സംഭവ വികാസങ്ങളുടെ തുടർച്ചയായിട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA 2011 മുംബൈയിലെ പ്രത്യേക NIA കോടതിയിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഫേക്ക് കറൻസി നോട്ടുകളുടെ ഉദ്ഭവത്തെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു ഫോറൻസിക് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിരുന്നു. ഇന്ത്യയിലേക്ക് എത്തുന്ന വ്യാജ കറൻസി നോട്ടുകളുടെ നിർമ്മാണത്തിലും പ്രചാരത്തിലും പാകിസ്ഥാന്റെ പങ്ക് വിളിച്ചോതുന്ന നിരവധി കണ്ടെത്തലുകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ അവർക്കന്ന് സാധിച്ചിരുന്നു. ഇത് കണ്ടെത്തിയത് വളരെ വിദഗ്ധമായ തന്ത്രത്തിലൂടെയായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് കള്ളനോട്ടുകളുമായി ബന്ധമുള്ള രജിസ്റ്റർ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്ത കേസുകളിലെ നിരവധി സാമ്പിൾ നോട്ടുകൾ, കള്ളനോട്ടുകൾ കേരളം, ബീഹാർ, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ സംസ്ഥാനതല അന്വേഷണ ഏജൻസികളിൽ നിന്ന് NIA ശേഖരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിലെ നിയമപരമായ കറൻസികളുടെ 2 സാമ്പിൾ വീതം ആഭ്യന്തര മന്ത്രാലയം മുഖേന NIA വാങ്ങുകയും ചെയ്തിരുന്നു. ഈ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ ഗുണനിലവാരവുമായിട്ട് കള്ളനോട്ടുകളെ ഒത്തുനോക്കാനായിരുന്നു NIA ഈ തന്ത്രം പ്രയോഗിച്ചത്. ഈ സാമ്പിളുകളും അതിർത്തി രാജ്യങ്ങളുടെ ഒറിജിനൽ കറൻസി നോട്ടുകളും സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ വിദഗ്ധ സമിതിക്ക് NIA അയക്കുകയാണ് ചെയ്യുന്നത്. ഈ സാമ്പിളുകളുടെ പ്രാഥമിക വിശകലനത്തിൽ തന്നെ ചില സുപ്രധാന കണ്ടെത്തലുകൾ ഉണ്ടായി. അതിലൊന്ന്, ഇന്ത്യയിൽ പിടിച്ചെടുത്ത വ്യാജ കറൻസി നോട്ടുകളും പാകിസ്ഥാൻ്റെ ഒറിജിനൽ കറൻസിയും ഒരേ ഡ്രൈ ഓഫ്സെറ്റ് പ്രസ്സിൽ അച്ചടിച്ചതാവാമെന്ന കണ്ടെത്തലാണ് അന്ന് ഉണ്ടായത്. ഈ ഫേക്ക് കറൻസികൾ പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്ത പരമാധികാര രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് ലഭ്യമായ അത്യാധുനിക യന്ത്രങ്ങളിലായിരുന്നു അച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. അച്ചടിയിലെ അപാകതകൾ പോലും സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ കള്ളനോട്ടുകളും പാകിസ്ഥാനിലെ നിയമപരമായ ടെൻഡറുകളും കറൻസികളും ഒരേ സോഴ്സിൽ നിന്നാണ് അച്ചടിക്കുന്നത് എന്നാണ്. ഈ അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ ഒറിജിനൽ ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെ ചില സുരക്ഷാ സവിശേഷതകൾ കുറ്റമറ്റ രീതിയിൽ വളരെ കൃത്യതയോടെ വ്യാജ നോട്ടുകൾ പകർത്തിയതായിട്ട് ഫോറൻസിക് അനാലിസിസിലൂടെ സ്ഥിരീകരിച്ചതായിട്ട് NIA അവകാശപ്പെട്ടിരുന്നു. അതായത് നമ്മുടെ നോട്ടിൽ കാണുന്ന വാട്ടർമാർക്ക്, സെക്യൂരിറ്റി ത്രെഡ് പോലുള്ളവയാണ് ഈ പറയുന്ന സുരക്ഷാ സവിശേഷതകൾ. ഇത് പാകിസ്ഥാൻ്റെ പ്രസ്സിൽ നേരിട്ട് അച്ചടിച്ചിട്ടാവാം ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നായിരുന്നു ആ കണ്ടെത്തലുകൾ. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ തന്നെയായിരുന്നു. കൂടാതെ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ട് സാമ്പിളിലും പാകിസ്ഥാൻ കറൻസി നോട്ട് സാമ്പിളുകളിലും ഉപയോഗിച്ച പേപ്പറുകളിലെ pH മൂല്യം, വാക്സ് പീക്ക് കോട്ട്, പോളി വിനൈൽ ആൽക്കഹോൾ കോട്ടിംഗ് എന്നിവ വളരെ സാമ്യമുള്ളതാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. ഈ കണ്ടെത്തലുകളെല്ലാം സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ്റെ ഈ വിഷയത്തിലെ ശക്തമായ കറുത്ത കരങ്ങൾ തന്നെയായിരുന്നു. IBയുടെയും റോയുടെയും റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ സൈനിക ചാര സംഘടനകളും കുപ്രസിദ്ധമായ ISIയും ചേർന്ന് ഇന്ത്യയിൽ കള്ളനോട്ട് പ്രചരിപ്പിച്ച് പ്രതിവർഷം 500 കോടിയുടെ ലാഭമാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ഓരോ ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെയും ഫേസ് വാല്യൂവിൻ്റെ 30 മുതൽ 40% വരെ ISI എന്ന പാകിസ്ഥാനി ചാര സംഘടന ലാഭം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് 1000 രൂപയുടെ ഒരു കള്ളനോട്ട് പാകിസ്ഥാനിൽ അച്ചടിക്കുമ്പോൾ അച്ചടി ചിലവിൻ്റെ തുച്ഛമായ തുക മാറ്റിവെച്ച് കഴിഞ്ഞാൽ 300 മുതൽ 400 രൂപ വരെയാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 2010 വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തിയ മൊത്തം കള്ളനോട്ടുകൾ 1600 കോടി രൂപയാണെന്നും ഈ കണക്കനുസരിച്ച് പാകിസ്ഥാൻ്റെ ISIയുടെ മൊത്തം ലാഭം 500 കോടി രൂപയെങ്കിലും ആയിരിക്കണമെന്നുമാണ് കണ്ടെത്തലുണ്ടായത്. എന്നാൽ എങ്ങനെയാണ് ഈ നോട്ടുകൾ ഇന്ത്യയിലേക്ക് കടത്തുന്നത്? നോട്ടുകൾ അച്ചടിച്ചു കഴിഞ്ഞാൽ നേപ്പാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തിയിലൂടെയാണ് അവ ഇന്ത്യയിലേക്ക് എത്തുന്നത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ പാകിസ്ഥാൻ എംബസി ഫേക്ക് ഇന്ത്യൻ കറൻസിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പണ്ട് മുതലേയുള്ള ഒരു കേന്ദ്രമായിട്ട് കണക്കാക്കുന്നുണ്ട്. കൂടാതെ ബർഗുഞ്ച് ടൗൺ ഇന്ത്യയിലേക്ക് വരുന്ന മിക്കവാറും എല്ലാ വ്യാജ കറൻസി നോട്ടുകൾക്കും സുപ്രധാന ട്രാൻസിറ്റ് പോയിൻ്റായിട്ടും ഇവർ ഉപയോഗിച്ച് വരുന്നുമുണ്ട്. കാഠ്മണ്ഡു മുതൽ ബർഗുഞ്ച് വരെയും ഇന്ത്യൻ അതിർത്തികളിലുടനീളവും
ISI ഏജൻറ്റുമാരുടെ വലിയൊരു ശൃംഖല തന്നെ പാകിസ്ഥാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്രത്തോളം വിദഗ്ധമായിട്ടാണ് പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ലക്ഷ്യം ഒന്നു മാത്രമാണ്, അവരുടെ സാമ്പത്തിക ലാഭമല്ല, ഇന്ത്യയുടെ നാശമാണ്. സെൻട്രൽ എക്കണോമിക്സ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പുതിയ പഠനമനുസരിച്ച് ഇന്ത്യയിൽ വ്യാജ നോട്ടുകളുടെ പ്രചാരത്തിൽ കുടിയേറ്റ തൊഴിലാളികളെയും പാകിസ്ഥാൻ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ നോക്കിയാൽ പാകിസ്ഥാനിൽ വെച്ച് പ്രിൻ്റ് ചെയ്യപ്പെടുന്ന വ്യാജ നോട്ടുകൾ കൺസൈൻമെൻറ്റുകൾ വഴി ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് നേരിട്ട് അയക്കുന്ന ഒരു കാര്യമായിരുന്നു പാകിസ്ഥാൻ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ISI ഇപ്പോൾ ബംഗ്ലാദേശിൽ വല്ലാതെ വ്യാപിച്ചതുകൊണ്ട് അനധികൃതമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുന്ന തൊഴിലാളികളില്ലേ, കുടിയേറ്റ തൊഴിലാളികൾ എന്നൊക്കെ പറയുന്ന അനധികൃത കുടിയേറ്റക്കാർ, അവർ വഴി കള്ളനോട്ടുകൾ കടത്താൻ പാകിസ്ഥാൻ ഇപ്പോൾ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ISI ബംഗ്ലാദേശിൽ കള്ളനോട്ടുകളുടെ വിതരണത്തിനായിട്ട് ഏജൻറ്റുമാരുടെ ഒരു ശൃംഖല തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് ഭാഗികമായി അച്ചടിച്ച നോട്ടുകൾ RBI മാർക്ക് പ്രിൻ്റ് ചെയ്യുന്നത് പോലുള്ള തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ ബംഗ്ലാദേശിലേക്ക് അയക്കുന്നുമുണ്ട്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും പല ജനങ്ങളും കള്ളനോട്ടുമായി ബന്ധപ്പെട്ട ഈ വലിയ ശൃംഖലയുടെ ഭാഗമാണെന്നും കണക്കാക്കുന്നുണ്ട്. തമിഴ്നാട്, കേരളം, ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ വ്യാജ നോട്ടുകളുമായിട്ട് നിരവധി ഈ കുടിയേറ്റ തൊഴിലാളികൾ, അനധികൃത കുടിയേറ്റക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ടും വാർത്തകളുണ്ട്. ബംഗ്ലാദേശിലെ പൗരന്മാർ അതിർത്തി കടന്നു വരികയും വ്യാജ നോട്ടുകൾ ഉപയോഗിച്ച് അവർ സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ ചെറിയ ബാച്ചുകളായിട്ട് വ്യാജ കറൻസി നോട്ടുകൾ ഉപയോഗിക്കുന്നതിനാൽ അവ കണ്ടെത്തുന്നത് മിക്കവാറും അസാധ്യമാണ് എന്നാണ് സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത്. ഈ വാർത്ത നിങ്ങളും നോക്കൂ. നമ്മുടെ കേരളത്തിലും കുടിയേറ്റ തൊഴിലാളികൾ കള്ളനോട്ടുമായി പിടിക്കപ്പെട്ട കേസുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കൺസൈൻമെൻറ്റുകളായിട്ടും കള്ളനോട്ടുകൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. 2009 ദുബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിയ കണ്ടെയ്നറുകളിൽ കള്ളനോട്ടുണ്ട് എന്ന് സംശയിച്ച് റവന്യൂ ഇൻ്റലിജൻസ്, കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് വലിയ വാർത്തയായിരുന്നു. 2012 ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കള്ളനോട്ട് കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള താഹിർ എന്ന ആളെ NIA പിടികൂടിയിരുന്നു. 1993 മുംബൈ സ്ഫോടന കേസിലെ പ്രതിയായ ഇയാൾ 2010 മുതൽ മുംബൈയിലെ ആർദർ ജയിലിൽ തടവിലുമായിരുന്നു. ഈ കേസിലെ പ്രതികൾക്ക് കുപ്രസിദ്ധ അധോലോക വില്ലൻ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുണ്ട് എന്ന് NIA സംശയിക്കുന്നുമുണ്ട്. 2019 നേപ്പാളിൽ നിന്ന് ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യുന്ന ദാവൂദിൻ്റെ ഏജന്റുമാരെ പിടികൂടിയിരുന്നു. 2021 മഹാരാഷ്ട്രയിലെ കള്ളനോട്ട് കേസിലും ദാവൂദ് ഇബ്രാഹിമിനും അയാളുടെ സിൻഡിക്കേറ്റായ ഡി കമ്പനിക്കും പങ്കുള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലേക്ക് ഒഴുകുന്ന കള്ളനോട്ടുകൾ കൂടുതലായിട്ടും പമ്പ് ചെയ്യപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാനും കഴിയും. ഇനി ഇത്തരത്തിൽ വ്യാജ നോട്ടുകൾ പ്രചരിക്കുന്നത് തടയാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും സുരക്ഷാ ഏജൻസികളുമായി ഫേക്ക് കറൻസി നോട്ടിൻ്റെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിനായിട്ട് സർക്കാർ ഒരു പ്രത്യേക ഫേക്ക് നോട്ട് കോർഡിനേഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. 2, തീവ്രവാദ ഫണ്ടിങ്ങും വ്യാജ കറൻസി നോട്ടുകളും അന്വേഷിക്കാൻ NIAക്ക് കീഴിൽ ഒരു ടെറർ ഫണ്ടിങ് ആൻഡ് ഫേക്ക് കറൻസി സെല്ലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 3, 2013 നിയമ ഭേദഗതി വഴി വ്യാജ കറൻസി കള്ളക്കടത്തും പ്രചാരവും 1967 അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഭീകരപ്രവർത്തനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4, വ്യാജ കറൻസി നോട്ടുകളുടെ കള്ളക്കടത്തും പ്രചാരവും തടയാൻ ബംഗ്ലാദേശ് സർക്കാരുമായിട്ട് 2015 ഓഗസ്റ്റിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികൾ വഴി കൂടുതലായിട്ടും വ്യാജ കറൻസി കള്ളക്കടത്തുകൾ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ സർക്കാർ മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കരാറിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ അറിയേണ്ട കാര്യമാണ്. കാരണം രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുമെന്നതായിരുന്നു ഈ കരാറിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ആ ഒരു ധാരണയിലെത്തിയിരുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം നമ്മൾ നോക്കിയാൽ 2016 കള്ളപ്പണവും കള്ളനോട്ടുകളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് നോട്ട് നിരോധനം നടപ്പിലാക്കിയിരുന്നു. ഇത് പെട്ടെന്ന് പറഞ്ഞു പോയാൽ തമ്മിൽ തല്ലൊക്കെ കമൻറ്റിൽ ഞാൻ കാണേണ്ടി വരും. അതിനാൽ ഈ കാര്യങ്ങൾ മാത്രം വെച്ച് വിശദമായിട്ടൊരു വീഡിയോ ഭാവിയിൽ ചെയ്യുന്നതാണ്. കാര്യം എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫേക്ക് കറൻസി അഥവാ വ്യാജ കറൻസി നോട്ടുകൾ ഒരു ആഗോള പ്രതിഭാസമാണ്. ലോകവ്യാപകമായി നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന വ്യാജ കറൻസി നോട്ടുകൾ US ഡോളർ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോ ഒക്കെ വലിയ രീതിയിൽ വ്യാജ കറൻസി നോട്ടുകളുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ കാര്യം നോക്കിയാലും ഇത് വലിയൊരു ഭീഷണി തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ രാജ്യങ്ങൾക്ക് ലഭ്യമാവുന്ന അച്ചടി മെഷീനുകൾ പോലും ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വർഷം തോറും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വർദ്ധിക്കുന്നുണ്ട് എങ്കിലും
ഇപ്പോഴും നമ്മൾ ഒരു ക്യാഷ് ബേസ്ഡ് എക്കോണമി തന്നെയാണ്. എത്ര അല്ല എന്ന് പറഞ്ഞാലും പ്രധാനമായും നമ്മൾ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കള്ളനോട്ടിൻ്റെ പ്രചാരം വഴിയുള്ള സാമ്പത്തിക ഭീകരവാദത്തിന് വലിയൊരു സാധ്യത ഇന്ത്യയിലുണ്ട്. ഈ സാധ്യതയാണ് ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതിനുവേണ്ടി പാകിസ്ഥാൻ നയതന്ത്ര ബന്ധങ്ങൾ മുതൽ അതിഥി തൊഴിലാളികളെ വരെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമായതിനാൽ വളരെ പ്രാധാന്യത്തോടെ ഈ വിഷയത്തെ സമീപിക്കാൻ ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യവും വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ എങ്ങനെയാണ് വ്യാജ കറൻസി നോട്ടുകൾ ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇവിടെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. നല്ല നല്ല കമൻറ്റുകൾ വരുന്ന സമയത്ത്, പുതിയ അഭിപ്രായങ്ങൾ കേൾക്കുന്ന സമയത്ത് പുതിയ വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും അതെനിക്ക് വലിയ പ്രചോദനമാവുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, ബാങ്കുകളുടെ FD റേറ്റുകൾ താരതമ്യം ചെയ്ത് ലാഭത്തോടെ FD ഇടാൻ സ്റ്റേബിൾ മണി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.